നിങ്ങളുടെ കൊളസ്ട്രോളിന്റെ രക്തത്തിലെ അളവൊക്കെ നോർമൽ ആണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിലെ പ്രധാന രക്തധമനികളിൽ പോലും നമ്മൾ പോലും അറിയാതെ നിശബ്ദമായിട്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും അത് ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ പൊട്ടിപ്പോയി ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതും നിങ്ങൾക്കറിയോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിലും ഒരിക്കലും കാണാൻ പറ്റാത്തതും എന്നാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള യഥാർത്ഥ ഹൃദ്രോഗത്തെ ഇപ്പോൾ തന്നെ കൃത്യമായി അളക്കാൻ സാധിക്കുന്നതുമായ വളരെ നിർണായകമായ 3 അത്യാധുനിക ടെസ്റ്റുകളെക്കുറിച്ചും അത് ഹൃദയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന കൃത്യമായ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയണം. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാതിരിക്കാൻ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പലരോടും നിർദ്ദേശിക്കുന്ന ഈ 3 ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ ഹാർട്ട് സേഫ് ആണെന്നാണ്. എന്നാൽ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന പകുതിയിലധികം ആളുകളുടെയും കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും. കൊളസ്ട്രോൾ എന്നാൽ ഒരു റിസ്ക് ഫാക്ടർ മാത്രമാണ്, അല്ലാതെ അത് നിങ്ങളുടെ രക്തധമനിയിലെ ഒരു രോഗമല്ല. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ഒരു കാലാവസ്ഥ പ്രവചനം മാത്രമാണ്, അതായത് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടെസ്റ്റുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് വീശിയടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കൃത്യമായി കാണിച്ചു തരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പോലെയാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമായ ആ 3 ചോദ്യങ്ങളും അതിന് ഉത്തരം തരുന്ന ടെസ്റ്റുകളും ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ രക്തധമനികളിൽ എത്രത്തോളം കേടുപാടുകൾ നിങ്ങൾ പോലും അറിയാതെ സൈലന്റായി ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന CT കൊറോണറി കാൽഷ്യം സ്കോർ ടെസ്റ്റാണ്. നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കാലപ്പഴക്കം കൊണ്ട് കട്ടിയാകുമ്പോൾ അതിൽ കാൽഷ്യം വന്ന് അടിഞ്ഞുകൂടുകയാണ്. കാൽഷ്യം സ്കോർ ടെസ്റ്റ് റിപ്പോർട്ട് 0 ആണെങ്കിൽ അടുത്ത 5 മുതൽ 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൃദയത്തിലെ ബ്ലോക്കുകളുടെ കാഠിന്യവും പഴക്കവും ഈ ഒരൊറ്റ ടെസ്റ്റ് വഴി കൃത്യമായി നമുക്ക് അളക്കാൻ സാധിക്കും. ഈ ടെസ്റ്റ് ചെയ്യാൻ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, ഇഞ്ചക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. രണ്ടാമത് നമുക്ക് അറിയേണ്ട ചോദ്യം, ഈ രക്തധമനികളിൽ കേടുണ്ടെങ്കിൽ ആ കേടുപാടുകൾ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുകയാണോ അതോ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ച് ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരമാണ് ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന രക്തപരിശോധന. കൊളസ്ട്രോൾ ഒക്കെ കാരണം രക്തധമനിയിൽ അടിഞ്ഞുകൂടിയ പ്ലാക്കുകൾ എത്രത്തോളം അപകടകരമാണ് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ HCRP ലെവൽ 3 മുകളിലാണെങ്കിൽ നിങ്ങളുടെ രക്തധമനികളിൽ കടുത്ത നീർക്കെട്ടുണ്ടെന്നും ആ ബ്ലോക്കുകൾ ഏത് നിമിഷവും പൊട്ടി ചോരക്കട്ടയായി മാറി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ പോലും അറിയാതെ കൂടിയ ബ്ലോക്ക് എന്ന് വെച്ചാൽ 70% രക്തധമനിയിൽ പ്ലാക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരമാണ് ത്രെഡ്മിൽ ടെസ്റ്റ്. നമ്മൾ സാധാരണ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഹൃദയത്തിന് വലിയ ഓക്സിജന്റെ ആവശ്യമില്ലാത്തതിനാൽ 70% ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു ലക്ഷണവും കാണിക്കില്ല. എന്നാൽ നിങ്ങൾ ത്രെഡ്മില്ലിൽ ഓടുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുന്നു, ഓക്സിജന്റെ ആവശ്യം ഇരട്ടിയാവുന്നു. അങ്ങനെ വരുമ്പോൾ രക്തധമനികളിൽ ബ്ലോക്ക് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓടുന്ന സമയത്ത് ECGയിൽ മാറ്റങ്ങൾ കാണിക്കും, ഹൃദയം പ്രതിസന്ധിയിലാണെന്ന് വളരെ വ്യക്തമാവുകയും ചെയ്യും. നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ എഞ്ചിൻ നോക്കിയാൽ ആ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ഇതേ വണ്ടിയെ വലിയൊരു കാറ്റൊക്കെ ഓടിച്ച് നോക്കുമ്പോഴാണ് എഞ്ചിൻ കേടുണ്ടോ പവർ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. ഇതുപോലെയാണ് ഹൃദയമാകുന്ന എഞ്ചിന് ത്രെഡ്മിൽ ടെസ്റ്റ് എന്ന ഒരു പണി കൊടുക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഹൃദ്രോഗത്തിന്റെ പാരമ്പര്യമോ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പുകവലിയോ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് മാത്രം ചെയ്ത് നിർത്തരുത്. ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് കാൽഷ്യം സ്കോർ ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തത്, കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായും വർഷത്തിലൊരിക്കൽ HCRP ടെസ്റ്റും രക്തത്തിൽ നോക്കുക. നമ്മൾ അറിയേണ്ടത് കൊളസ്ട്രോൾ നോർമലോ ഇനി കുറവാണെങ്കിലും അതിന്റെ കൂടെ HCRPയിലെ നീർക്കെട്ട് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കഠിനമായ എക്സർസൈസോ ജിം വർക്കൗട്ടൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 35 വയസ്സിന് മുകളിലുള്ള ആളുകൾ അത് തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തണം. നാലാമത് നമ്മൾ അറിയേണ്ടത്, ത്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നെഞ്ചിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ കൂടിയ കിതപ്പോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഉടനെ നിർത്തണം. അതൊരു ബ്ലോക്കിന്റെ സൂചനയായിട്ട് കണക്കാക്കുകയും വേണം.